ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വീഡിയോ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് വളരെ ഷെയ്ക്കാണ്. അതായത് ക്യാമറ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഷെയ്ക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് ഈ വീഡിയോനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? അതിന് വളരെ എളുപ്പമാണ്. നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതെല്ലാം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു രണ്ടാളുകൾ നടന്നു പോകുന്നത് വളരെ ഷെയ്ക്കിംഗ് ആണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ട്രാക്ക് ആൻഡ് സ്റ്റെബിലൈസ് എന്ന് കാണാൻ പറ്റും. അതിൽ വാർപ്പ് സ്റ്റെബിലൈസർ VFX എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റെബിലൈസ് ആവുന്നത് ഇവിടെ അനലൈസിങ് ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് എഴുതി കാണിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റെബിലൈസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. 2 മിനിറ്റ്സ് എടുക്കും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് സ്റ്റെബിലൈസ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് സ്റ്റെബിലൈസ് ആയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ള ആ ഷേക്കിംഗ് ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഷേക്കിംഗ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അത് ഓഫാക്കി നോക്കാം. അപ്പോൾ ഓഫാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഷേക്കിംഗ് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഷേക്കിംഗ് ഒന്നും തന്നെ ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് കാണാനും പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ വേറെ ഷേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് ഓൺ ആക്കി വെച്ചപ്പോൾ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സ്മൂത്ത് മോഷൻ എന്ന് കാണാൻ പറ്റും. റിസൾട്ടിൽ സ്മൂത്ത് മോഷൻ, അത് നോ മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ മൂവ് ആവില്ല. അതിലുള്ള വീഡിയോയിലുള്ള ചലനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ക്യാമറ മൂവ് ആവില്ല. അതാണ് ഈ ഒരു നോ മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ക്യാമറ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, എന്നാലോ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോ മോഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ വേറെയും ഒരുപാട് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ നിലവിൽ പഴയ രൂപത്തിൽ സ്മൂത്ത് മോഷനിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പോൾ അത് സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത് നമ്മൾ ഓവർ കൂട്ടിയിടുന്നത് അത്ര നല്ലതല്ല. അത് ഓരോ വീഡിയോസിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ഓക്കെ, ഓരോന്നും പ്ലേ ചെയ്ത് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്മൂത്ത്നെസ് വേണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ മെത്തേഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഫ്രെയിമിങ്ങിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫ്രെയിമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനെ ക്രോപ്പ് ചെയ്യാതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ മെത്തേഡ്സിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ വരുന്നുണ്ട്, പൊസിഷൻ ആൻഡ് സ്കെയില്, റൊട്ടേഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇത് എല്ലാ വീഡിയോക്കും പറഞ്ഞു തരുന്നതിലും നല്ലത് നിങ്ങൾക്ക് ഓരോ വീഡിയോ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാം. അതുപോലെ താഴെ ഈ ഫ്രെയിമിങ്ങിൽ വരുന്നത് ഇപ്പോൾ സ്റ്റെബിലൈസ് ഓൺലി ഉണ്ട്, അതുപോലെ സ്റ്റെബിലൈസ് ക്രോപ്പ് ഉണ്ട്. സ്റ്റെബിലൈസ് ഓൺലി എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് മാത്രം ചെയ്യും, എന്നാലോ സ്റ്റെബിലൈസ് ആൻഡ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസും ചെയ്യും അതുപോലെ തന്നെ അത് ക്രോപ്പും ചെയ്യും, നമ്മുടെ വീഡിയോ ക്രോപ്പും ചെയ്യും. അപ്പോൾ പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ നിലവിൽ ഇത് നോർമൽ രൂപത്തിൽ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ആ വീഡിയോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റെബിലൈസിങ് കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.